ഈ വിജയ് എന്ന് പറഞ്ഞ സിനിമാ നടൻ ഒരു പാർട്ടി രൂപീകരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം ഈ ഇഫ്താർ വിരുന്നുകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലെ അഭിനയം അറിയുള്ളൂ, മറ്റേ പുള്ളിക്ക് സിനിമയിലെ അഭിനയം അറിയാം എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഈ സിനിമാ നടന്മാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ വിജയുടെ പാർട്ടി ഒരു ഭാഗത്തോട് ഉയർന്നു വരുന്നു. അതിനിടയ്ക്ക് ദുർബലമായി നിൽക്കുന്ന അണ്ണാ ഡി എം കെ BJPയുമായിട്ടുള്ള സഖ്യം പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും ആക്രമണം നേരിടുകയാണ്. പിന്നെ സ്റ്റാലിൻ്റെ സ്വന്തം അഴിമതി ഒരു ഭാഗത്തുമുണ്ട്. ഇനി എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണം നാളെ വരും. CBIക്കാർ വീട് റെയ്ഡിയോ എന്നൊന്നും പറയാറായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ഏതായാലും ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ ശക്തിപ്പെടുത്താനല്ല, കൂടുതൽ സ്വയംഭരണം നേടിയെടുക്കാൻ, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ താന്നിപ്പുഴക്കാരനായ ജസ്റ്റിസ് കുര്യൻ ജോസഫാണ് ഈ കമ്മിറ്റിയുടെ തലവൻ. ഇനി തലൈവർ കുര്യൻ ജോസഫ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടും. ഈ തമിഴ്നാട്ടിൽ തന്നെ റിട്ടയർ ചെയ്ത ഒരുപാട് സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട്. അവരാരും വെക്കാതെ പാവം താന്നിപ്പുഴക്കാരനെ തന്നെ കണ്ടുപിടിച്ച് വെച്ചതിൻ്റെ കുട്ടൻസ് എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മിക്കവാറും ഈ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചിട്ട് ജയശങ്കറെ ഇതിൻ്റെ കുട്ടൻസ് ഇതാണ് കേട്ടോ എന്ന് പറയാനുള്ള നല്ല സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധിയിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് പ്രതികാര നടപടിയൊന്നും സ്വീകരിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.